മിസ്റ്റർ കെ സുബൈർ, ഇപ്പോൾ രണ്ട് തരം അവകാശ ലംഘനങ്ങളാണ് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നത്. ഒന്ന്, ഈ കുറ്റകൃത്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അവർ നല്ല പൗരന്മാരായി വളർന്നു വരാനുള്ള സാഹചര്യം അല്ലെ, കുട്ടികൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ സാഹചര്യത്തിന്റെ ലംഘനം ഉണ്ടാകുന്നുണ്ട്. രണ്ടൊന്ന്, ജീവനും ആരോഗ്യവും മുന്നോട്ടുള്ള ഭാവിയും വീട്ടുകാരുടെ സ്വപ്നങ്ങളും എല്ലാം നിഷേധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അവകാശം. ഇതിനിടയിൽ ഒരു സമൂഹത്തിനും സംവിധാനത്തിനും എന്താണ് ചെയ്യാൻ കഴിയുക? ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാത്തൊരു പ്രായമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും പാട്ടയിലും അല്ല ഗ്ലാസ്സിലും അല്ലാത്ത പ്രായം. ഒരു ചായ അടിക്കുമ്പോൾ അവിടുന്ന് പോരുകയും ചെയ്യും, താഴോട്ട് എത്തിയിട്ട് ഗ്ലാസ്സിൽ എത്താത്ത ഒരു അവസ്ഥയുണ്ട്. ആ ഒരു പ്രായത്തിൽ സമൂഹവും അതോടനുബന്ധിച്ചുള്ള നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ കുടുംബവും ഒക്കെ വളരെ ഗൗരവമായി, കൊച്ചുകുട്ടികളുടെയല്ല, ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രായം കൂടിയാണത്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ, നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ഫ്രോണ്ടൽ ലോബാണ് അവർ മെച്വർ അഥവാ പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ആ പക്വമായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഫ്രോണ്ടൽ ലോബ് വളർന്നു വരുന്നത് 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ 21 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം ആകുമ്പോഴേക്ക് അത് മെച്ചുറായി വരുള്ളൂ. അതിന് താഴെയുള്ളതെല്ലാം അവർ മെച്ചുവർ അല്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കണം. ചില കുട്ടികളുടേത്, പ്രത്യേകിച്ച് പെൺകുട്ടികളത് 21 വയസ്സാകുമ്പോഴേക്ക് തന്നെ അത് പക്വമാകും. മിക്കവാറും അത് 25 വയസ്സ് വരെ, ആൺകുട്ടികളുടെ കാര്യത്തിൽ 25 വയസ്സ് വരെ നീളാം എന്നാണ് ഏറ്റവും പുതിയ കാര്യങ്ങൾ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ എടുക്കേണ്ട പ്രായമാണ്. അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി നമ്മൾ അധ്യാപകരിൽ നിന്നൊക്കെ കേൾക്കുന്നത്, ഇപ്പം മാഷ് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ആൺകുട്ടികൾ എല്ലാ നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് അവരെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം മാറുകയും അവർ വല്ല മറ്റു ചില വഴികളിലേക്ക്, അത് ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ ഈ പറയുന്ന ലഹരി ഉൾപ്പെടെയുള്ള സംഗതികളിലേക്ക് പോവുകയും പലപ്പോഴും നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഹിംസാത്മകമായ വിഷലിപ്തമായ പൗരുഷത്തിലേക്ക് കടന്നു പോവുകയും ചെയ്ത വളരെ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. സംഗീതത്തിൽ അവരില്ല, കലയിൽ അവരില്ല, നാടകത്തിൽ അവരില്ല, സാഹിത്യത്തിൽ അവരില്ല, കായിക മേഖലയിൽ പോലും ആ തരത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ സ്കൂളുകളിൽ പലപ്പോഴും ഇത് കണ്ടുകിട്ടുന്നില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. ഇത് പൂർണ്ണമായും ശരിയൊന്നും ആയിക്കോട്ടെ, അതിലെങ്കിലും ഒഴിഞ്ഞൊഴിഞ്ഞു മാറുക. നേതൃത്വപരമായ പങ്ക് വഹിക്കണമെങ്കിൽ ആ +2 കാലഘട്ടത്തിലും 10ാം ക്ലാസ് കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടികൾ ഉയർന്നു വരിക, പെൺകുട്ടികളെ നമ്മൾ വീണ്ടും ശാക്തീകരിക്കുന്നു, ശരി തന്നെ. പക്ഷേ ആൺകുട്ടികളുടെ മേഖലയിൽ നേരത്തെ ഈ പറഞ്ഞ ഒരു പ്രായത്തിൽ കൂടുതൽ ഗൗരവമായ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ പോലെയല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ. എന്തായാലും ഒരു 2ാം തലമുറ പ്രശ്നങ്ങൾ നമ്മൾ ഭീകരമായി തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ മറികടക്കണമെങ്കിൽ പല രീതിയിലുള്ള ഇടപെടൽ, ഒരു വലിയ യജ്ഞം തന്നെ, നമ്മൾ പണ്ട് സാക്ഷരതാ യജ്ഞം നടത്തിയതുപോലെ വലിയൊരു യജ്ഞം തന്നെ 1-2 വർഷമായിട്ട് എല്ലാവരും ഇടപെട്ട്, ഏറ്റവും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ അങ്ങനെ തട്ടായി തിരിക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരും കൂടി ഇടപെട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ വലിയ പ്രതിസന്ധിയെ, വിഷലിപ്തമായ പൗരുഷമാണ് ശരി എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അതിനെ മറികടന്ന് ഒരു അനുകമ്പാർദ്രമായ മനുഷ്യത്വമാണ് ശരി എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമപരമായി മറ്റു കാര്യങ്ങളുണ്ട്, അത് പിന്നീട് വേണമെങ്കിൽ പറയാം. ശരി.